ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ നമ്മൾ കാർഡ്ബോർഡ് ബോക്സ് കൊണ്ട് വാട്ടർമെലൺ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി വന്നിട്ടുള്ള പീസുകളാണ് ഇതെല്ലാം. പിന്നെ നമ്മളിവിടെ പ്ലാസ്റ്റിക് കവറുകൾ എടുത്തിട്ടുണ്ട്. ഈ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇതിൽ നിന്നും ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് നമുക്ക് വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. 6 എണ്ണം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചു. ഇനി ഇത് ഓരോന്നും ഇതളിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമ്മളിന്ന് ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മൾ 6 ഇതളുകളും ഇതുപോലെ ചെയ്തെടുത്തു. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവറിൻ്റെ അടിവശവും മുകൾ വശവും ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. അതിനുശേഷം ഇതൊന്ന് നിവർത്തി വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ സൈഡ് വശവും കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ ഇതളുകളും നമുക്ക് പ്ലാസ്റ്റിക് കവറിലൊന്ന് പൊതിഞ്ഞെടുക്കണം. കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു നൂലും എടുത്തിട്ടുണ്ട്. ഓരോ ഇതളുകളും ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇവിടെയായിട്ട് നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. വളരെ സിമ്പിളായി വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് എല്ലാ ഇതളുകളും ചെയ്തെടുക്കാം. നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പം നമ്മൾ എല്ലാ ഇതളുകളും ഇതുപോലെ ചെയ്തെടുത്തു. ഇനി നമ്മളിവിടെ ഒരു ഈർക്കിളി എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതുപോലൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഇതളുകൾ ചെയ്തെടുത്തതിൻ്റെ ബാക്കി വന്നിട്ടുള്ള പീസാണ് ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നത്. അത് നമ്മൾ ഈർക്കിളിയിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിത് നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ നമ്മളത് നൂല് ഉപയോഗിച്ച് ടൈറ്റാക്കി ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഇതളുകളും അതിന് ചുറ്റും നമുക്ക് വെച്ച് കെട്ടിക്കൊടുക്കാം. ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് തന്നെ നമുക്ക് പഴയ ഷാളുകളൊക്കെ വെച്ച് ചെയ്തെടുക്കാം. പ്ലാസ്റ്റിക് കവർ കിട്ടാത്തവർ പഴയ ഷാളുകളൊക്കെ വെച്ച് ചെയ്ത് നോക്കണം. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഇതളുകളും നമ്മൾ അതിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ എല്ലാ ഇതളുകളും അതിലേക്ക് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൻ്റെ അടിവശവും മുകൾ വശവും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതുപോലെയാണ് അതിൽ നിന്നും കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവറിൻ്റെ താഴെ വെച്ച് കൊടുക്കാനുള്ളതാണ്. ഇതുപോലെയാണ് നമുക്കത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിത് ഫ്ലവറിൻ്റെ താഴെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മളത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. വളരെ സിമ്പിൾ അല്ലേ നമ്മുടെ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇവിടെ നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ തണ്ടിൽ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ തന്നെ ഒന്ന് ചുറ്റി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കവറിൻ്റെ പീസിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ തണ്ടിലേക്കൊന്ന് ചുറ്റി കൊടുക്കാം. നമ്മൾ നൂല് കൊണ്ട് കെട്ടിക്കൊടുത്തത് കാണാത്ത രീതിയിൽ ഇതുപോലെ വേണം നമ്മൾ ചുറ്റിയെടുക്കാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ തണ്ടിലെല്ലാം നമ്മൾ ഇതുപോലെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലവർ ഒന്നും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഇതളുകളിൽ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പെയിൻറ് ഉപയോഗിച്ച് ഇതുപോലെ ഇങ്ങനെ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ചെയ്തെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഫ്ലവർ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഒരു ഫ്ലവറും കൂടെ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. കുറേ പൂക്കൾ ഇതുപോലെ ചെയ്തെടുത്ത് ഒരു പോട്ടിലൊക്കെ ഇട്ട് വെച്ചാൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. നമ്മളിവിടെ ഇപ്പോൾ 2 ഫ്ലവറേ ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.